ഇതൊരു റിയാക്ഷൻ വീഡിയോയോ ജസ്റ്റിഫിക്കേഷൻ വീഡിയോ അങ്ങനത്തെ ഒന്നുമല്ല. നമ്മുടെ ഷെഫിൻ്റെ വീഡിയോ കണ്ടു, ഡോക്ടർ അരുണിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ കണ്ടു, വെറ്റിനറി അസിസ്റ്റൻ്റ് ദേവേനെ കണ്ടു, എല്ലാവരെയും കണ്ടു. അപ്പോൾ അതിനകത്ത് കൂടുതലൊന്നും പറയില്ല. പുള്ളി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരാണെന്ന് നമുക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട്. ഓഫ് കോഴ്സ് ചെന്നൈയിലും ബാംഗ്ലൂരിലുള്ള ഫെസിലിറ്റി ഒന്നും നാട്ടിലില്ല, കാര്യമായിട്ടില്ല. എറണാകുളത്ത് ഒക്കെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലുണ്ട്, കൊല്ലത്തും ഉണ്ട്. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലൊക്കെ നല്ല നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം അതിനെ ഒന്നും നമ്മൾ പറയുന്നില്ല. പുള്ളിയുടെ ഒരു പേഴ്സണൽ അനുഭവം, അതൊരു ബാഡ് എക്സ്പീരിയൻസ്. ലോസിങ് എ പെറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പം അത് പുള്ളി പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് ഇമോഷണലായിട്ട് പറഞ്ഞു. കുറേ പേർക്ക് ഹേർട്ടായി, എനിക്കും ഹേർട്ടായി. ഒരിക്കലും ഒരു ഇന്ത്യണിയായിട്ടാണ് നമ്മളെല്ലാവരും തുടങ്ങിയത്. അപ്പം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഇതൊക്കെ കേട്ടപ്പം. എന്നിരുന്നാലും അതിനകത്ത് കുറച്ച് സോളിഡായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഫെസിലിറ്റീസ് കുറവാണ്, സത്യമാണ്. ഞാനൊരു വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടത്തെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസോ ഒന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു വശം. മറ്റൊരു വശം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും പെറ്റ് പേരൻറ്റിങ്ങാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പെറ്റ് ഓണിങ് ആണ്. അതായത് നമ്മളെല്ലാം പെറ്റ് ഓണേഴ്സാണ്. അവർ പക്ഷേ പെറ്റ് പേരൻ്റാണ്. ഇവിടെ ഒരു ദിവസം ഞാൻ ഡീൽ ചെയ്യുന്നത്, ഒരു ദിവസം ചിലപ്പം 2-3 മാഗറ്റ് കൊണ്ടൊക്കെ വരും. ബാംഗ്ലൂർ വർക്ക് ചെയ്ത് ഒരു വർഷം ഞാൻ ആകെ കണ്ടത് ഒരു മാഗറ്റ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവർ ചെയ്യുന്നത് പെറ്റ് പേരൻറ്റിങ്, നമ്മൾ ചെയ്യുന്നത് പെറ്റ് ഓണിങ്. അപ്പം ഞാൻ എല്ലാവരെയും പറഞ്ഞല്ല, ഒരു 30% അങ്ങനെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഒക്കെ സ്പേയിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ തന്നെ താമസിക്കുന്ന മലയാളികൾ നാട്ടിലോട്ട് വണ്ടി പിടിക്കും. 3,000, 4,000, 5,000 രൂപയ്ക്കൊക്കെ സ്പേയിങ് ചെയ്തിട്ട് പോവും. അവിടെ ആണെങ്കിൽ 15,000 രൂപ ബില്ലാണല്ലോ. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ ഒരു ആളുകളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസും അവരുടെ ഒരു ഇൻകവും ഒക്കെ ഡിഫറെൻ്റാണ് ഇവിടുത്തെ ആളുകളുമായിട്ട്. അപ്പം നമ്മൾ ഇവിടെ എക്സ്റേ എടുത്താൽ മാറുമെങ്കിൽ ഞാൻ എക്സ്റേ എടുക്കാം ഡോക്ടറെ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷേ എക്സ്റേ എടുക്കുന്നവരും ഉണ്ട്. അത് നമ്മൾ സമ്മതിക്കണം. ഒരുപാട് മെൻറ്റാലിറ്റിയൊക്കെ മാറി. ആ ഒരു 2020 കൊറോണ ബൂം കഴിഞ്ഞ ശേഷം, കൊറോണയിൽ കുറേ പേര് ഡോഗ്സിനെയൊക്കെ മേടിച്ചു, ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ മേടിച്ചു. എല്ലാവരും കുറേ പേരൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഉള്ളത് ദ റിയൽ പെറ്റ് പേരൻസാണ്. അപ്പം അവർ ആ ഒരു ഇതിൽ ഉൾപ്പെടാത്ത ആളുകളാണ്. ഇപ്പോൾ ഉള്ളത് റിയൽ പേരൻസാണ്, റിയൽ പെറ്റ് പേരൻസാണ്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡും കുറച്ചൊക്കെ മാറണം. നമ്മൾ ഒരു പെറ്റിനെ സമീപിക്കുന്ന രീതി കുറച്ചൊക്കെ മാറണ്ടേ? എന്നാലല്ലേ നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ എങ്കിലും ചിന്തിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കും റണ്ണിങ് എ വെറ്റിനറി ക്ലിനിക് ഈസ് വെരി പ്രോഫിറ്റബിൾ. ഒരിക്കലും അല്ല. ഒരു 3 ഡോക്ടർമാരെയും 3 വെറ്റിനറി അസിസ്റ്റൻറ്റിനെയും 1 റിസപ്ഷനിസ്റ്റിനെയും 1 അക്കൗണ്ടൻറ്റിനെയും, പിന്നെ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ കീപ്പ് ചെയ്യാൻ ഒരാളെ സ്റ്റോർ കീപ്പറിനെയും, ഗ്രൂമിങ് ഉണ്ടെങ്കിൽ ഈ ഗ്രൂമേഴ്സിനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക്. അപ്പോൾ അറിയാം ഇത് എത്രമാത്രം പ്രോഫിറ്റബിൾ ആണെന്ന്. ഇറ്റ്സ് നോട്ട് റിയലി പ്രോഫിറ്റബിൾ ബിക്കോസ് എനിക്കറിയാം ഇത് ആ രീതിയിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പം വളരെ പ്രോഫിറ്റൊന്നും നമുക്കതിന് കിട്ടത്തില്ല. കാരണം നമ്മുടെ കൺസൾട്ടേഷൻ ഫീസ് ഇപ്പോഴും 200 രൂപ തന്നെയാണ്. ബാംഗ്ലൂരൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരത്തെ കൺസൾട്ടേഷൻ ഫീസ്, അവിടെ സീനിയർ വെറ്റിൻ്റെ കൺസൾട്ടേഷൻ ഫീസ് 900 രൂപ 1000 രൂപയൊക്കെയാണ്. അപ്പം അവിടെ ഫെസിലിറ്റീസ് കൊടുക്കുന്നതനുസരിച്ച് അവിടെ കാശും കൂടുതലാണ്. പുള്ളി തന്നെ പറഞ്ഞില്ലേ 2 ലക്ഷം രൂപയെന്ന് അവിടെ. അപ്പം എല്ലാവർക്കും അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കിടെ ഡോഗിന് അസുഖം വരുമ്പം പുള്ളിക്ക് അവിടെ പോയിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഹി ക്യാൻ അഫോർഡ് ദാറ്റ്. പക്ഷേ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ ഫെയിൽ ആവുന്നുണ്ട്. അപ്പം 2020 തൊട്ട് 2026 വരെ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ ഇനി ഒരു 2035 നല്ല നല്ല
ഇമ്പ്രൂവ്മെൻറ്റ് വരത്തില്ലേ? ഇപ്പോൾ ഇത്രയും ക്ലിനിക്കുകൾ കൂടിയില്ലേ? ഇത്രയും വെറ്റ് കെയർ കിട്ടുന്നില്ലേ? ഇത്രയും അറ്റ്ലീസ്റ്റ് ഇത്രയും ആളുകൾ ഡോഗിനെ പറ്റിയും ക്യാറ്റിനെ പറ്റിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു വർക്കൗട്ട് ചെയ്യുന്നില്ലേ? അപ്പം ഇതിനൊരു ഫ്യൂച്ചർ ഇല്ലേ? 2030 ആകുമ്പോൾ ഓഫ് കോഴ്സ് വി മൈറ്റ് ഹാവ് MRI സെൻറ്റേഴ്സ്, CT സെൻറ്റേഴ്സ് ഒക്കെ കാണും നമുക്ക്. ഇപ്പം എൻഡോസ്കോപ്പി വരെയൊക്കെ എത്തിയില്ലേ? അപ്പോൾ പിന്നെ ഇനി ഇതെത്തും. സോ എനിക്ക് ക്ലയൻസിനോട് പറയാനുള്ളത്, ബി എ പെറ്റ് പേരൻറ്റ് റാദർ ദാൻ ഓണിങ് എ പെറ്റ്. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും.